ഫലസ്തീൻ ജനതയ്ക്ക് മേൽ നരനായാട്ട് തുടരുന്ന ഇസ്രായേലിന് വീണ്ടും ആയുധം നൽകി അമേരിക്ക. നിയമനിർമ്മാണ സഭയായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസിൽ ചർച്ച ചെയ്യാതെയാണ് അടിയന്തരമായി ആയുധം നൽകാൻ ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനം. ഒരു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഇസ്രായേലിന് US മാരക ശേഷിയുള്ള ആയുധങ്ങൾ നൽകുന്നത്. $147.5 മില്യൺ ഉപകരണങ്ങളാണ് വിൽപ്പന നടത്തിയതെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വെള്ളിയാഴ്ച അറിയിച്ചത്. ഇസ്രായേലിന്റെ അടിയന്തര ആവശ്യം മാനിച്ച് ആയുധങ്ങൾ കൈമാറാൻ തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് തീരുമാനമെടുക്കുകയായിരുന്നുവെന്നാണ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കോൺഗ്രസിനെ അറിയിച്ചത്. കോൺഗ്രസിൽ ചർച്ച ചെയ്യാതെ തീരുമാനങ്ങൾ എടുക്കുന്നത് അമേരിക്കയിൽ അത്ര സാധാരണമല്ല. എന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് താനും. ഇസ്രായേലിന്റെ സുരക്ഷയിൽ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നും ഇസ്രായേൽ നേരിടുന്ന ഭീഷണികൾക്കെതിരെ സ്വയം പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കേണ്ടത് US ദേശീയ താൽപര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണെന്നുമായിരുന്നു ബ്ലിങ്കന്റെ പ്രതികരണം. ഇസ്രായേൽ മുൻപ് വാങ്ങിയ 155 mm ഷെല്ലുകൾ പ്രവർത്തിക്കാൻ ആവശ്യമായ ഫ്യൂസ്, ചാർജറുകൾ, പ്രൈമറുകൾ എന്നിവ ഉൾപ്പെടെയുള്ള അനുബന്ധ ഇനങ്ങളും അമേരിക്ക കൈമാറിയ ആയുധങ്ങളിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. യുക്രൈനും ഇസ്രായേലിനുമായി $106 ബില്യൺ അടിയന്തര സഹായം അനുവദിക്കണമെന്ന ജോ ബൈഡന്റെ ആവശ്യത്തിൽ ഇനിയും തീരുമാനമാകാതിരിക്കെയാണ് ഇസ്രായേലിന് വീണ്ടും ആയുധങ്ങൾ നൽകുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. $106 മില്യൺ വിലമതിക്കുന്ന 14,000 റൗണ്ട് ടാങ്ക് വെടിമരുന്ന് ഇസ്രായേലിന് നൽകാൻ ബ്ലിങ്കൻ ഡിസംബർ 9 സമാന രീതിയിൽ തീരുമാനമെടുത്തിരുന്നു. ഇസ്രായേലിന് കൂടുതൽ ആയുധം കൈമാറാനുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ നീക്കം മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്ന് US സെനറ്റ് സൈനിക സേവന സമിതി അംഗം ടീം കൈനെ കുറ്റപ്പെടുത്തി. അമേരിക്കൻ ജനതയെ ഇരുട്ടിലാക്കുന്ന തീരുമാനമാണിതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ലോകമെങ്ങും പ്രതിഷേധം ഉയരുമ്പോഴും അമേരിക്ക വീണ്ടും ഇസ്രായേലിന് ആയുധം നൽകുന്നത് ആക്രമണം ശക്തമാക്കാനാണെന്ന് സഹായിക്കുകയെന്ന് ആക്ഷേപം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഗസ പോലെ ജനസാന്ദ്രതയേറിയ പ്രദേശത്ത് വ്യാപക നാശത്തിന് കാരണമാകുന്ന പീരങ്കി ഷെല്ലുകളായ 155 mm M107 പ്രൊജക്ടൈലുകൾ ഇസ്രായേൽ വാങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ ഇതുവരെ 21,057 പേർ കൊല്ലപ്പെടുകയും 55,915 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് കണക്ക്. ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ 1,139 പേരും കൊല്ലപ്പെട്ടു. ബന്ദി കൈമാറ്റം ചർച്ച സംബന്ധിച്ച പുതിയ നിർദ്ദേശം ഇന്ന് ചേരുന്ന യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്നാണ് ഇസ്രായേൽ അറിയിക്കുന്നത്. പുതിയ നിർദ്ദേശത്തിന്റെ ഉള്ളടക്കം എന്തെന്ന് ഇനിയും വ്യക്തമല്ല. അതേസമയം യുദ്ധം മാസങ്ങൾ തുടരുമെന്നും ആത്യന്തിക വിജയം ഇസ്രായേലിന് തന്നെ ആയിരിക്കുമെന്നുമാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. ഹമാസിനെ അമർച്ച ചെയ്യാതെ പിന്മാറില്ലെന്നും ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ അനുവദിച്ച അമേരിക്കയോട് നന്ദിയുണ്ടെന്നും നെതന്യാഹു പ്രതികരിച്ചു. ഗസയിൽ നിന്ന് ഇസ്രായേൽ ഉടൻ പിൻവാങ്ങുമെന്ന ഹമാസ് കണക്കുകൂട്ടൽ നടപ്പില്ലെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് പ്രതികരിക്കുന്നത്. ഖാൻ യൂണിസിൽ ആക്രമണം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ സൈന്യം. ടാങ്കുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതിന് പുറമെ ഇവിടെ വ്യോമാക്രമണവും ശക്തമാക്കിയിരിക്കുകയാണ്. സൈന്യവും ഹമാസ് പോരാളികളും തമ്മിൽ രൂക്ഷമായ പോരാട്ടമാണ് നടക്കുന്നത്. ഒരു മേജർ ഉൾപ്പെടെ 2 സൈനികർ കൊല്ലപ്പെട്ടതായും നിരവധി സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചു. മധ്യ ഗസയിലെ നുസൈറത്തിലും രൂക്ഷമായ ബോംബാക്രമണമാണ് തുടരുന്നത്. തെക്കൻ ഗസയിലെ കൂട്ട ഒഴിപ്പിക്കലിനെ തുടർന്ന് പ്രദേശത്ത് രോഗവ്യാപന ഭീഷണി വർദ്ധിച്ചിരിക്കുകയാണെന്ന് UN ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗസയിലെ അഭയ കേന്ദ്രങ്ങൾ ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. മരുന്നുകൾക്കും ക്ഷാമം നേരിടുകയാണ് ഗസ. ഈജിപ്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വെടിനിർത്തൽ ശ്രമങ്ങളിൽ ഇതുവരെ കാര്യമായ പുരോഗതിയില്ല.